ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. സുരേഷ്വൃഷിഷ്വീശ തഥൈവ നൃഷ്വപി തിര്യക്ഷു യാദസ്വപി തേ ജനസ്യ ജന്മാസതാം ദുർമത നിഗ്രഹായ പ്രഭോ വിധാതഃ സദനുഗ്രഹായ ച. സുരേഷ്വൃഷിഷ്വീശ സുരേഷു ഋഷിഷു ഈശ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സുരേഷ്വൃഷിഷ്വീശ. സുരേഷു എന്ന് പറഞ്ഞാൽ സുരന്മാരെന്നാൽ ദേവന്മാർ, ദേവന്മാരിലും ഋഷിഷു ഋഷികളിലും ഈശേ അല്ലയോ ഈശ്വരനായുള്ളവനെ തഥൈവ നൃഷ്വപി, തഥൈവ തഥ ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. നൃഷ്വപി, നൃഷു അപിയാണ് നൃഷ്വപി. നൃഷു എന്നാൽ നരൻ, മനുഷ്യർ. അപ്പോൾ നൃഷ്വപി മനുഷ്യന്മാരിലും തിര്യക്ഷു തിര്യക്കുകളിലും അതായത് പക്ഷികളിലും യാദസ്വപി, യാദസ്സു അപിയാണ് യാദസ്വപി. യാദസ്സു എന്ന് പറഞ്ഞാൽ ജലജന്തുക്കളെയാണ് യാദസ്സു എന്ന് പറയുന്നത്. യാദസ്വപി, യാദസ്വപി ജലജന്തുക്കളിലും തേജനസ്യ, തേ അജനസ്യാണ്, 2 വാക്കുകളാണ് അവിടെ. തേ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തേക്ക്, അജനസ്യ അവിടുന്ന് എങ്ങനെയുള്ള ആളാണ്? അജനസ്യ ജന്മരഹിതനായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തേക്ക് ജന്മാസതാം ദുർമത നിഗ്രഹായ, ജന്മാസതാം ജന്മ അസതാം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജന്മാസതാം. ജന്മ എന്ന് പറഞ്ഞാൽ ജനനം, അസതാം അസത്തുക്കളുടെ, ദുർമത നിഗ്രഹായ ഈ ദുഷ്ടമായിട്ടുള്ള മതത്തിൻ്റെ നിഗ്രഹത്തിനായിക്കൊണ്ടും അതായത് നാശത്തിനായിക്കൊണ്ടും പ്രഭോ അല്ലയോ സർവസമർത്ഥനായിട്ടുള്ള ഭഗവാനെ വിധാത. ഇനി അങ്ങ് സർവസമർത്ഥൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൃഷ്ടിയാദി കർമ്മ സമർത്ഥൻ കൂടിയാണ്. അവിടുന്ന് തന്നെയാണ് സൃഷ്ടികൾ ചെയ്യാൻ രജോ ഗുണത്തെ സ്വീകരിച്ച് രജോ ഗുണ പ്രഭാവത്തോടു കൂടിയ ബ്രഹ്മാവായി മാറുന്നതും അവിടുന്ന് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഈ അവതാരങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അങ്ങ് ഏത് തരത്തിലുള്ള അവതാരങ്ങൾ എടുത്തോട്ടെ, അതൊക്കെ എടുക്കുന്നത് ഈ ദുഷ്ടന്മാരുടെ അസത്തുക്കളുടെ മതത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്ന അവയുടെ നാശത്തിനായിക്കൊണ്ടാണ് അല്ലയോ ഭഗവാനെ സദനുഗ്രഹായ ച എന്ന് തന്നെയല്ല സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ടുമാണ്. അങ്ങ് സത്യത്തിൽ ആരാണ്? അജനാണ്. ജന്മരഹിതനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന്, സർവസമർത്ഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന്, സൃഷ്ടിയാദി കർമ്മങ്ങളിൽ സമർത്ഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ജന്മരഹിതനായിരുന്നിട്ടും പല അവതാരങ്ങളും എടുക്കുന്നത് അവിടുന്ന് സന്മാർഗത്തിൽ നിന്നും തെറ്റാതെ ചരിക്കുന്ന സത്പുരുഷന്മാരെ, സത്തുക്കളെ അനുഗ്രഹിക്കുന്നതിനും അവരെ നിഷ്കാരണമായി ഉപദ്രവിച്ച് ലോകത്തെ ദുഃഖിപ്പിക്കുന്ന ദുർജനങ്ങളുടെ മതത്തെ നശിപ്പിക്കുന്നതിനും, അങ്ങനെ അവരെയും ആ മതമില്ലാതെയായാൽ അവരും എന്തായി? സന്മാർഗനിഷ്ഠരായി മാറും. അപ്പോൾ അങ്ങനെ അവരെയും നേരായ വഴിക്ക് നയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഭഗവാനെ അവിടുന്ന് പല ആകാരം പൂണ്ട് അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അവിടുന്ന് ദേവനായിട്ട് അവതരിച്ചിട്ടുണ്ട്.
വാമനാദി സ്വരൂപങ്ങളിൽ വാമന സ്വരൂപത്തിൽ അങ്ങ് ദേവനായിരുന്നു. അതേസമയം ഋഷികളായി അവിടുന്ന് അവതരിച്ചിട്ടുണ്ട്. ദത്താത്രേയ മഹർഷിയായി, പരശുരാമാദികളായിട്ട് അവിടുന്ന് അവതരിച്ചിട്ടുണ്ട്. മനുഷ്യനായും അവിടുന്ന് ഭഗവാനെ, ശ്രീരാമചന്ദ്ര ഭഗവാനായും ബലരാമനായും ശ്രീകൃഷ്ണനായും ഒക്കെ അവിടുന്ന് അവതരിച്ചു. ഇനിയും തിര്യക്കുകളുടെ കാര്യമെടുത്താൽ വരാഹമായിട്ട് ഭഗവാനെ അവിടുന്ന് അവതരിച്ചു. ജലജന്തുക്കളുടെ കാര്യമെടുത്താൽ അങ്ങ് മത്സ്യമായിട്ട് അവതരിച്ചു. ഇങ്ങനെ അങ്ങ് എന്ത് ഭാവത്തെയാണ് കൈക്കൊള്ളാതെ ഇരുന്നിട്ടുള്ളത്? പക്ഷെ ഈ കൈക്കൊള്ളുമ്പോഴും നമ്മളൊക്കെ പറയും ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നുവെന്ന്. എന്തിനാണ് അവരിലെ ദുഷ്ടതയെ ഇല്ലാതെയാക്കുന്നത്? അവരും സന്മാർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രതലത്തിലുള്ള, നമുക്കറിയാം, ഒരു കണ്ണാടിയാകുന്ന പ്രതലത്തിൽ കുറേ ചളി പറ്റിയിരിപ്പുണ്ട് എന്ന് കരുതുക. എന്തിനാ ചളി നമ്മൾ തുടച്ചു മാറ്റുന്നത്? അതും ചളി പറ്റാത്ത കണ്ണാടിയെ പോലെ ശോഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഭഗവാനെ അവിടുന്ന് എത്രയൊക്കെ അവതാരങ്ങൾ, എത്രയൊക്കെ രൂപങ്ങളെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും അവിടുന്ന് ദുഷ്ടന്മാരെ പോലും അവരിലെ ദുഷ്ടതയെ ഇല്ലാതെയാക്കി സന്മാർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണല്ലോ ഭഗവാനെ അവിടുന്ന്. സത്തുക്കളെ അനുഗ്രഹിക്കുമെന്ന് എടുത്തു പറയണ്ട. കാരണം അവതാരോദ്ദേശ്യങ്ങളിൽ പ്രധാനമായി നമ്മൾ പറയാറുള്ളതും അതുതന്നെയാണ്. സജ്ജനങ്ങളുടെ അനുഗ്രഹം, ദുർജനങ്ങളുടെ നിഗ്രഹം. ദുർജനങ്ങളിലെ ദുഷ്ടതയെ ഇല്ലാതെയാക്കുക, എന്നിട്ട് അവരെയും സജ്ജനങ്ങളുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളുടെയും ഉദ്ദേശ്യം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സുരേഷ്വൃഷീഷ്വീശ തഥൈവ നൃഷ്വപി തിര്യക്ഷു യാദസ്വപി തേ ജനസ്യ ജന്മാസതാം ദുർമദനിഗ്രഹായ പ്രഭോ വിധാതഃ സദനുഗ്രഹായ ച. ആദ്യത്തെ ഒരു വാക്ക് ഒന്ന് അല്പം ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. സുരേഷു ഋഷീഷു ഈശ. സുരേഷ് ഋഷിഷ്വീശ. അത് തെറ്റാതെ വായിക്കുക. പിന്നെ അടുത്തത് നൃഷ്വപി. അപ്പം അവിടെ നൃഷു അപിയാണ്. ശ്വ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെയാണ് യാദസ്വപി. യാദസ്സു അപിയാണ്. സ കൂട്ടക്ഷരമാണ്. സ്വ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ തേജനസ്യ. തേജനസ്യ അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ വിധാത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അടുത്തത് സദനുഗ്രഹായ. സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പദം പിരിക്കണ്ട. ദായുടെ അകാരം ശ്രദ്ധിച്ചു വായിച്ചാൽ മതിയാകും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോ തീർഭവതസ്ത്രിലോക്യാം ക്വ വാ കഥം വാ കതി വാ കദേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. കോ വേത്തി ഭൂമൻ. കഹ എന്നുള്ളതാണ് കോ എന്ന് വന്നിരിക്കുന്നത്. കഹ എന്ന് പറഞ്ഞാൽ ആര്. വേത്തി എന്ന് പറഞ്ഞാൽ അറിയുന്നു. ആരറിയുന്നു ഭഗവാനെ? ഭൂമൻ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ അറിയുവാൻ ആർക്കാണ് കഴിയുക? ഭഗവൻ പരാത്മൻ. ഭഗവൻ എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ളവനെ.
പരാത്മൻ എന്ന് പറഞ്ഞാൽ സർവ ജീവജാലങ്ങളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നവനെ. പിന്നെയോ ഭൂമനാണ് അവിടുന്ന് അപരിച്ഛിന്നനാണ്. അങ്ങനെയുള്ള ഭഗവാനെ യോഗേശ്വരോതിർഭവതസ്ത്രിലോക്യാം യോഗേശ്വരഃ ഊതിഃ ഭവതഃ ത്രിലോക്യാം. ഇങ്ങനെ 4 വാക്കുകളാണ് ആ ഒരു വാക്ക് വരിയിലുള്ളത്. യോഗേശ്വര എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തത്ര യോഗപ്രഭാവത്തോടു കൂടിയവനെ. ഊതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ ലീലകളെ. ഭവതഃ അവിടുന്ന് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ ഈ ലീലകളെ ത്രിലോക്യാം ഈ 3 ലോകങ്ങളിലും വിസ്താരയൻ ക്ഷമിക്കണം ക്വ വാ കഥം വാ കതി വാ കഥേതി ക്വ വാ ക്വ വാ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, കഥം വാ എങ്ങനെയാണ്, കതി വാ എത്രയാണ്, കഥേതി കഥ ഇതിയാണ് കഥേതി. കഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ, ഇതി എന്ന വിസ്താരയൻ അത് വിസ്തരിക്കുന്നവനായിട്ട്. ക്രീഡസി യോഗമായാം ക്രീഡസി. ക്രീഡസി എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുന്നുവെന്ന യോഗമായാം അങ്ങയുടെ ഈ ഒരു യോഗമായ ശക്തിയെ, സ്വരൂപശക്തിയെ ഏതു വിധത്തിലാണ്, എങ്ങനെയാണ്, എത്രത്തോളം, അല്ലെങ്കിൽ ഏതാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? അങ്ങയുടെ ഈ ലീലകൾ കൊണ്ട്. അങ്ങ് ഏതേതെല്ലാം വിധത്തിലുള്ള ലീലകൾ ആടിയിരിക്കുന്നു ഭഗവാനെ. അങ്ങനെയുള്ള ലീലകൾ കൊണ്ടാണ് പിന്നെയും അങ്ങയുടെ ഭക്തജനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കാം എന്ന് വിചാരിക്കുന്നത് തന്നെ അങ്ങയുടെ ഈ ലീലകൾ കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ പൊരുൾ ഈ 3 ലോകത്തിലുള്ളവർക്കും എങ്ങനെയാണ് അറിയാൻ കഴിയുക? എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ ആ ഒരു സ്വരൂപശക്തി, ഭഗവാൻ എന്താണ്, എങ്ങനെയാണ് എന്ന് ആർക്കാണ് പറയുവാൻ കഴിയുക? ഏതേതെല്ലാം ഭാവത്തിൽ ജന്മമില്ലാത്തവനായിട്ടുകൂടി കർമ്മത്തിന് അതീതനായിട്ടുള്ള ഭഗവാൻ, കാലദേശങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭഗവാൻ, ഏതേതെല്ലാം ശരീരങ്ങളെ സ്വീകരിച്ച് അവിടുന്ന് ജന്മമെടുത്തു, എന്തെന്തെല്ലാം ലീലകൾ അവിടുന്ന് ആടി, ഏതെല്ലാം തരത്തിലുള്ള അനന്ത ഐശ്വര്യങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിച്ചു. ഇങ്ങനെ സകല ചരാചരങ്ങളിലും അന്തര്യാമിയായി വാഴുന്ന ഭഗവാനെ, ഈ ബാഹ്യപ്രപഞ്ചത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഈ ജീവനെ, ഈ പ്രാണനെ എങ്ങനെയാണ്, എന്താണ് അവിടുന്ന്, എങ്ങനെയാണ് അവിടുത്തെ ലീലകൾ, അവിടുത്തെ മായകൾ, എന്താണ് അവിടുത്തെ സ്വരൂപം, ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിയുക, എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുക? ആ മഹിമയെ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുന്നത്? അത് വർണ്ണിക്കുവാൻ അതിനുള്ളിൽ നിൽക്കുന്ന ഒന്ന് അശക്തനല്ലേ, അപര്യാപ്തമല്ലേ? കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഒന്നിന് അതിനറിയുവാൻ കഴിയുന്നത് അതിൻ്റെ ചുറ്റിനുമുള്ള വളരെ ചെറിയൊരു ലോകത്തെ മാത്രമാണ്. അപ്പോൾ സർവചരാചരങ്ങളിലും സർവ്വലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒന്നിനെ, ഈ കുഞ്ഞു പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ഒന്നിന് എങ്ങനെയാണ് ഭഗവാനെ അറിയുവാൻ കഴിയുക, പറയുവാൻ കഴിയുക, വർണ്ണിക്കുവാൻ കഴിയുക? അവിടുത്തെ ഈ സ്വരൂപശക്തിയെ ആർക്കാണ് അറിയുവാൻ കഴിയുന്നത് ഭഗവാനെ? നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോതിർഭവതസ്ത്രിലോക്യാം
ക്വ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. രണ്ടാമത്തെ പാദത്തിലെ യോഗേശ്വരോതിർഭവത സ്ത്രീലോക്യാം, കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.